Divisional Accountant Office, Part 3, One-word question discussion. Trading and Profit and Loss Account and Balance Sheet. Profit and Loss Account എന്ന പോർഷനിൽ നിന്നുള്ളതാണ്. Question number 43. An account prepared to find out the net profit earned or net loss incurred by a business during an accounting period is. അപ്പം ഇവിടെ പറയുന്നത് ഒരു ബിസിനസ് ഫേം ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. എന്ത് കണ്ടുപിടിക്കാൻ? ആ ബിസിനസ്സിന്റെ നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ പേരെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഇതിന് മുമ്പുള്ള പാർട്ടിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. അക്കൗണ്ട് 2 ടൈപ്പ്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, കൂടാതെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്ന് പഠിച്ചു. ഫൈനൽ അക്കൗണ്ടിന്റെ ആദ്യത്തെ അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം അതിൽ നമ്മൾ എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് ഗ്രോസ് ലോസ് എന്ന 2 ഇതാണ് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കണ്ടുപിടിക്കാനാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈനൽ അക്കൗണ്ടിൽ വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളും ഇൻഡയറക്റ്റ് ഇൻകവും നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. നമ്മൾ എല്ലാ ഡയറക്റ്റ് ഇൻകവും ഡയറക്റ്റ് എക്സ്പെൻസസും എവിടെയാണ് എടുത്തത്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഏതാണ് എടുക്കുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകവും ആണ് കാണിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 44. The account that is prepared immediately after the preparation of trading account is. ഏതാണ്? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്തത് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ കോൾഡ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളൊരു പിക്ചറൈസേഷനിൽ വരുവാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ആണ്. അപ്പം അവിടെ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അഥവാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിൽ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ഡെബിറ്റഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ലോസസും എക്സ്പെൻസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 46. ഇൻകം ആൻഡ് പ്രോഫിറ്റ് ഇൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകവും പ്രോഫിറ്റും നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡ്. സോ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇൻഡയറക്റ്റ് ഇൻകവും പ്രോഫിറ്റുകളുമാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 47. ദ പർപ്പസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ, ടു നോ ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. അപ്പം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും പർപ്പസും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് ടു നോ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടി. സെക്കൻഡ്, ടു കമ്പയർ ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് വിത്ത് ദ ഡിസൈഡ് വൺ. ഒരു ബിസിനസ്സിന്റെ പെർഫോമൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഇയറോ പ്രീവിയസ് ഇയറോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാൻ പറ്റും. 3, ടു ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻ. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണോ, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ്, ടു കാൽക്കുലേറ്റ് ഡിഫറൻറ്റ് റേഷ്യോസ് സച്ച് ആസ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വിച്ച് ഈസ് ദ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽ, റേഷ്യോ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ടു സെയിൽ. അപ്പം നമുക്കിവിടെ 2 റേഷ്യോസ് പറയുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയും ഓപ്പറേറ്റിംഗ് റേഷ്യോയും നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് റേഷ്യോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഈ റേഷ്യോസ് ഒക്കെ നമ്മൾ ഏതിൻ്റെ 100 ഇപ്പോൾ റേഷ്യോസ് ആക്കുന്നത് എന്തിനാണ്? അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു ഓർഗനൈസേഷൻ ഫിഗറിലോട്ട് കൊണ്ടുവന്ന് അതിനെ ആ ഒരു പ്രീവിയസ് ഇയറോ ആയിട്ടൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോസിൽ 3 ടൈപ്പ് റേഷ്യോസ് ആണ് നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ. ഇപ്പോൾ റേഷ്യോ അനാലിസിസ് എന്നുള്ള പാർട്ടിൽ പ്രോഫിറ്റബിലിറ്റിയുടെ ഹെഡിങ്ങിൽ വരുന്ന റേഷ്യോസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏത് പ്രോഫിറ്റാണ്? നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ആണ് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റിംഗ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ് ആണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൻ്റെ എഫിഷ്യൻസിയെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്രെഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ യൂണിറ്റിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ബ്രെഡ് മാനുഫാക്ചർ ചെയ്യുന്നതിന് കോസ്റ്റ് എന്ന് പറയുന്നത് 10 റുപ്പി, 10 രൂപയാവുമെന്ന് വെച്ചോ. അത് നമ്മൾ ഒരു 5 രൂപ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി 15 രൂപയ്ക്ക് മാർക്കറ്റിൽ കൊടുത്തു. അപ്പോൾ അവിടെ എന്താണ്, 5 രൂപയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആയിരുന്നു. അപ്പം അവിടെ എന്താണ്, 10 രൂപ കോസ്റ്റായി 5 രൂപ പ്രോഫിറ്റ് കിട്ടി. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഏത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 45 നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷനാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ദ റേഷ്യോ ഡിറ്റർമിനിങ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ്സിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ എന്തെടുക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് പ്രോഫിറ്റ് ടു സെയിൽസ്. അപ്പം നെറ്റ് പ്രോഫിറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷനെയാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും, അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൽ പറഞ്ഞു, ഒരു ബ്രെഡ് മാനുഫാക്ചറിങ് കമ്പനി. അവിടെ നമ്മൾ 5 രൂപ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി 10 രൂപയുടെ കോസ്റ്റ് വന്ന സാധനം 15 രൂപയ്ക്ക് വിറ്റു. 5 രൂപ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 5 രൂപയാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ പറയാൻ പറ്റും? ഈ 5 രൂപ കിട്ടിയ പ്രോഫിറ്റിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. ഇപ്പോൾ സാലറി കൊടുക്കണമായിരിക്കും, ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കണം 5 രൂപയിൽ നിന്ന്. അപ്പോൾ 1 രൂപ സാലറി ഇനത്തിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ബാക്കി എത്ര രൂപയുള്ളൂ? 4 രൂപയുള്ളൂ. അപ്പോൾ ഈ 4 രൂപയാണ് എന്തെന്ന് പറയുന്നത്? ചെറിയൊരു എക്സാമ്പിളാണ്. 4 രൂപയെന്ന് പറയുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കാണുമ്പോൾ നമുക്ക് എന്താണ്, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കുറച്ചിട്ടുള്ള തുകയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. ഇഫ് ദ ടോട്ടൽ ഓഫ് ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് മോർ ദാൻ ദ ടോട്ടൽ ഓഫ് ദി ഡെബിറ്റ് സൈഡ് ദെൻ ദ ഡിഫറൻസ് ഈസ്. അപ്പം അവിടെ എന്താണ്, നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു പിക്ചറൈസേഷൻ ഞാൻ പറഞ്ഞില്ലേ, അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിലും എഴുതി, എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അപ്പം നമുക്ക് അവിടെ ആ 2 സൈഡ് തമ്മിൽ നോക്കുമ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് മോർ ദാൻ എന്താണ്, ടോട്ടൽ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡെബിറ്റ് സൈഡിൽ എന്താണ്, എക്സ്പെൻസസ് ഒക്കെ കുറവാണ്, ഇൻകം കൂടി. അപ്പം ക്രെഡിറ്റ് സൈഡ് കൂടി നിന്നു, എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് കുറഞ്ഞു നിന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നെറ്റ് പ്രോഫിറ്റ് ആണ്, നമുക്ക് ഓർഗനൈസേഷന് നെറ്റ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ടി ഷേപ്പിലൊരു P&L അക്കൗണ്ട് എഴുതുവാണ്. P&L അക്കൗണ്ട് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടി ഷേപ്പിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. എക്സ്പെൻസസ് എല്ലാം എഴുതി, ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതി, എക്സ്പെൻസസ് ഡെബിറ്റ് സൈഡിലും എഴുതി. നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എക്സ്പെൻസസ് എന്ത് ചെയ്യുന്നു, അല്ല ഇൻകം സൈഡ് എന്ത് ചെയ്തു, കൂടി നിന്നു. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുവാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിലും എഴുതിയിട്ട് എക്സ്പെൻസസ് നമ്മൾ കുറച്ച് നോക്കും. എക്സ്പെൻസസ് തുക കുറഞ്ഞിരിക്കും. അപ്പം ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ചെടുക്കുന്ന തുകയെ നമ്മൾ പറയുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് 50. If the total of the debit side of a profit and loss account exceeded the total of the credit side, then the difference is. അവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഇപ്പം എക്സ്പെൻസ് സൈഡ് കൂടി നിൽക്കുവാണ്, ഇൻകം കുറവുമാണ്. സോ നെറ്റ് ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 51. ദ എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന റിസൾട്ട് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ നമ്മൾ ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ്
നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ആ ഒരു നമ്മൾ ബാലൻസ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം എക്സ്പെൻസസ് കൂടി നിൽക്കുവാണെങ്കിൽ അവിടെ എന്താണ് ആ ഓർഗനൈസേഷനിൽ ലോസ് ആണ്, നെറ്റ് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇൻകം കൂടുന്നു, ഇൻകം കൂടി എക്സ്പെൻസസ് സൈഡ് ഏത് സൈഡാണ്? ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡ് കുറയുവാണ്, ഡെബിറ്റ് സൈഡ് കുറേ എക്സ്പെൻസസ് കുറവാണ് ആ ഒരു കമ്പനിയിൽ. അപ്പോൾ അവിടെ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് എ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ബ്രാക്കറ്റിൽ EBIT എന്ന് പറയുന്നുണ്ട്. EBITയുടെ ഫുൾ ഫോം ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നാണ്. ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് എ പ്രോഫിറ്റ് ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻട്രസ്റ്റും ടാക്സും പേ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്. ഓരോ ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെയും സെയിൽസിൻ്റെയും ഡിഫറൻസിനെ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 53ാമത്തെ ക്വസ്റ്റ്യൻ ആ ഒരു ഇക്വേഷനാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നമ്മൾ എങ്ങനെ കാണുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് കാണാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റിൽ നിന്നും എന്ത് കൂട്ടണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടിയിട്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കണം. അപ്പം എന്താണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ടാക്സ് ഓൺ പ്രോഫിറ്റ്, അബ്നോർമൽ ലോസസ്. അപ്പം എക്സ്പെൻസ് ആണ്, ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കാണാം. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിനൊക്കെ എന്താണ്? ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന മണിയെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്യാപിറ്റലിൽ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അതൊരു എക്സ്പെൻസ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് അത് പറയുന്നത്. അത് നമ്മൾ എന്താണ്? അത് നമ്മളെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെന്താ? അബ്നോർമൽ ലോസസ് വരാം, തെഫ്റ്റ് വരാം, ഫ്ലഡ് വരാം, എർത്ത് വരാം, വാർ വരാം. ഇതൊക്കെ എന്താണ്? അബ്നോർമൽ ലോസസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആർ പ്രോഫിറ്റ് ഓൺ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആൻഡ് അതർ അൺയൂഷ്വൽ ഇൻകംസ്. എന്ന് പറയുമ്പം നമുക്ക് എന്തൊക്കെ വരാം? ഒരു ഓർഗനൈസേഷനിൽ ഓപ്പറേറ്റിംഗ് ഇൻകമായിട്ട് എന്തൊക്കെ വരാം? ഡിവിഡൻഡ് വരാം, ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാം, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റുകൾ വരാം. ഇതെല്ലാം എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിന് എക്സാമ്പിൾസ് ആണ്. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ത് ചെയ്യാൻ വേണ്ടത്? മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പം നമുക്ക് ആ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന് എക്സാമ്പിൾ മനസ്സിലായി, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനും എക്സാമ്പിൾസ് മനസ്സിലായി. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ഇൻകം കൂടുമ്പം കുറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് എന്നാണ് നോക്കിയത്. പിന്നെ കൂടാതെ റേഷ്യോസ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ മനസ്സിലായി, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയും ഇതിനകത്ത് നമ്മൾ നോക്കി. താങ്ക് യു.